ഹായ് ഹലോ. ഇന്ന് വൈകുന്നേരം നമ്മൾ നൈസായിട്ട് പാലായിക്കൊന്ന് ചെന്നപ്പോൾ ദാണ്ട കിടക്കുന്നു പാലാട്ടാമുള്ളൊരു കൂറ്റൻ കപ്പൽ. സംഭവം കണ്ടപ്പോൾ തന്നെ നമുക്കും തോന്നി ഇത് എന്നാണെന്നൊന്ന് അറിയണല്ലോ. അപ്പോൾ ഞാനും പിള്ളേരും കൂടെ നൈസായിട്ട് അതിനകത്തേക്ക് ഒന്ന് കയറാൻ തീരുമാനിച്ചു. അതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 80 രൂപ കൊടുത്ത് പാസ് എടുക്കണം. അപ്പം 3 പേരുടെ പാസ്സും എടുത്ത് ഞങ്ങൾ നൈസായിട്ട് അകത്തേക്ക് അങ്ങ് നടന്നേ. നമ്മൾ കപ്പലിൻ്റെ വാതിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറം കുറേ മൃഗങ്ങളെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടി കണ്ടിട്ട് കയറാമെന്ന് കരുതി. നമ്മുടെ കുട്ടാപ്പി കൊച്ചു നൈസായിട്ട് പോയി പോസ് ചെയ്ത് നിൽപ്പുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറിയപ്പോഴാണ് കണ്ടത്, ഇത് നമ്മൾ പണ്ട് ബൈബിളിലൊക്കെ വായിച്ചിട്ടുള്ള നമ്മുടെ നോഹയുടെ പെട്ടകമാണ് ഇവർ പണിത് വെച്ചിരിക്കുന്നത്. അതിനകത്തുള്ള മൃഗങ്ങളെയൊക്കെ ഇവർ നൈസായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, കണ്ട ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തുനിന്ന് നമ്മുടെ ബാഹുബലിയുടെ പാട്ട് കേൾക്കണം. അപ്പോൾ നമ്മൾ കരുതി മിക്കവാറും ബാഹുബലി സിനിമ ഓടുന്നതാണ്. പക്ഷേ സത്യത്തിൽ നമ്മൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ദേണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ബാഹുബലിയുടെ കൊട്ടാരം. നമ്മുടെ രാജമൗലി സാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സെറ്റ് മുഴുവൻ അവരിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തായാലും സംഭവം കിടുക്കി കേട്ടോ. ഇത് അതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം നമുക്ക്. ഇതിനിടയ്ക്കാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ബാഹുബലിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. പുള്ളി ഇരിക്കുന്ന പോലെ ഒന്ന് ഇരുന്ന് നോക്കിയത് ഒരു രക്ഷയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അവസാനം അത് ഞങ്ങൾ സുല്ല് വെച്ചിട്ട് ഞങ്ങളുടെ പൊസിഷൻ മാറ്റിയിരുന്നു കേട്ടോ. നമ്മുടെ ബാഹുബലിയുടെ കൊട്ടാരം മാത്രമല്ല കേട്ടോ, തൊട്ടപ്പുറം ദേവസേനയുടെ കൊട്ടാരം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാവേ. അങ്ങനെ ബാഹുബലിയുടെയും ദേവസേനയുടെയും കൊട്ടാരമൊക്കെ കണ്ട് ഉള്ളിലോട്ട് കയറി കഴിയുമ്പം നിരവധി ഷോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിരവധി ഐറ്റംസിൻ്റെ നിരവധി ഷാളുകളുണ്ട്. അലമാരി, കട്ടിൽ,
അകത്തുള്ള വിവിധയിനം ഷാളുകളൊക്കെ കണ്ട് പുറത്തേക്ക് പോയതേ പിള്ളേരുണ്ട് ഒരു ഞെട്ടിപ്പോയി. ഒരു അടിപൊളി അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ല. ഇനിയിപ്പം അതിനകത്തൂടെ ഒന്ന് കറങ്ങിയേക്കാം. കൊച്ചുവിനെ അവിടെ കയറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുട്ടാപ്പി ഇവിടെ നൈസായിട്ടൊരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇതേ കാണുന്ന പാത്രത്തിൽ ഒരു 3 ബോൾ എറിയുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സമ്മാനം കിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു ബോളേ വീണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൊക്കക്കോള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ബോൾ എറിയണേ 50 രൂപയാണ്. 40 രൂപ കൊക്കക്കോള ഞങ്ങൾ 50 രൂപ കൊടുത്ത് ഗെയിം കളിച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർക്കൊരാഗ്രഹം ഇതേ കാണുന്ന റൈഡിലൊന്ന് കയറണമെന്ന്. അപ്പോൾ 2 പേരെ അങ്ങനെ ഞാൻ കൊണ്ട് റൈഡിൽ കയറ്റിട്ടുണ്ടേ. ഇനി അവർ റൈഡിലിരിക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാണാവേ. പാവം 2 പേരും തന്നെ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ നിർത്തിച്ചു കേട്ടോ. 2 പേരുടെ കിളി പോയെന്നാണ് പറഞ്ഞത്. 2 പേരും മടുത്ത് എന്തോ ഛർദ്ദിക്കാറായതൊക്കെയാണ് പറയുന്നത്. 2 പേരുടെ ഇറങ്ങി വരുന്നുണ്ടോ. സുഖമായോ? ഓക്കെ മതിയോ? അപ്പോൾ ലാസ്റ്റ് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് വയ്യ നൈസായിട്ട് വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുക കേട്ടോ.
വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.